അതെ പാപ്പച്ച, ഇത് വല്ലതും നടക്കുവോ? അതോ അവറാച്ചന്റെ കിങ്ങിണി പൂച്ച ചത്ത പോലെ ആകുവോ? എന്നാ ഓ ഈ വട്ടത്തിൽ വീഴുവോ പാപ്പച്ച? അരിക്കൊമ്പം വരെ വീഴും. വീണാ മതി, വലുതാക്കി അങ്ങ് ഇറക്ക്. ഈ നീളം മതിയോ? ആ ആ भैया पादरी किधर ആ നീയായിരുന്നോ? ഞാൻ കരുതി വല്ല ബംഗാളി ആയിരിക്കുന്നു. ഞാനും അങ്ങനെ കരുതി. ഓ ഡാ ജിതേന്ദ്ര, ഇതൊക്കെ നമുക്ക് അടിച്ചു മാറ്റിയേ. ഇനി നീ അടിച്ചോ. ഡാ ഡാ നമ്മുടെ ഈ ക്രിസ്ത്യാനികളുടെ ഇടയിൽ പൊതുവെ ഉള്ള ആ ഒരു ഉളത്തരുണ്ടല്ലോ, ദോഷം പറയരുതല്ലോ, അത് നിനക്ക് ഇത്തിരി കൂടുതലാ കേട്ടോ. അതെന്നാച്ചു? എടാ നിന്റെ ഈ ബടായി പറച്ചിൽ തന്നെ ഉണ്ടാക്കിയ തന്തയുടെ പേര് ചീത്തേക്കാൻ വേണ്ടി നാട്ടുകാരുടെ പറമ്പിൽ മുഴുവൻ കുണ്ടും കുഴിയും കുടുക്കും വെച്ച് നടക്കും. അല്ലച്ചോ, നമ്മൾ ഈ നായാട്ട് കുടുംബം ആവുമ്പോ വേണ്ട വേണ്ട വേണ്ട, നിന്റെ ഈ പടക്കം പൊട്ടിക്കലുണ്ടല്ലോ അത് എന്നോട് വേണ്ട. നിന്നെ എനിക്ക് അറിഞ്ഞുകൂടാ. എടാ നീ എന്റെ സ്റ്റുഡന്റ് ആണെന്ന് പറയുന്നതേ എനിക്കിപ്പോ ഒരു നാണക്കേടായിരിക്കുക. അച്ഛന്റെ മറ്റൊരു കുഞ്ഞാളുണ്ടല്ലോ, ആര്? മറ്റേ മാനിയൻ പോലീസുകാരൻ, അവനെന്നെ 3ാം ക്ലാസ് തൊട്ട് പണിയാൻ തുടങ്ങിയതാ. ഓ നീ അത്ര മോശമല്ല. എടാ അവന്റെ ആ ചന്തിയും എപ്പോഴും കിടക്കേണ്ട അടിയുടെ പാട് നിന്നെ അതിനകത്ത് പോക്കൃത്തരത്തിന്റെ. ആരാണത് എഴുതിയത്? സത്യം പറഞ്ഞ ശിക്ഷ കുറയും ഇല്ലേ? ഈ ജെയിംസ് കുട്ടിയാ. നേരാണോടാ? ഞാൻ കണ്ടതാ, എന്റെ അമ്മയാണ് സത്യം. ഹലോ ആ ഹലോ, മാങ്കുഴിയച്ചനാണോ? ആ ഇത് ഞാനാ. എന്താ കാട്ടുകാരൻ വിളിച്ചോ? എന്താ വിശേഷിച്ച്? നമ്മുടെ ലില്ലിക്കുട്ടിയുടെ ബ്രദർ തന്നെയല്ലേ ഇപ്പൊ അവിടുത്തെ AC? അല്ല അച്ഛോ, ഒരു ചെറിയ തോക്കിന്റെ കേസാണ് സർ. അല്ല അച്ഛോ, അതെന്താ അച്ഛനിപ്പോ ഇടവക്കാരുമായി തോക്കൊണ്ടൊരു കളി? അത് എൻ്റെ ഒരു വേണ്ടപ്പെട്ട കുഞ്ഞാടിന്റെ. ആ അതൊന്ന് കൈകാര്യം ചെയ്യണം അച്ഛോ. ആ ഞാൻ ശ്രമിക്കാം. ശരി. അച്ഛോ, അച്ഛനാണച്ചോ, അച്ഛൻ. വേണ്ട വേണ്ട വേണ്ട, അച്ഛൻ എന്നാ പറയട്ടെ. ഡാടാ നല്ല ഉടുമ്പിന് കിട്ടുകയാണെങ്കിൽ ഒന്നിന് തന്നേക്കണേ. പൊന്നുടുപ്പ് മതി, പൊന്നുടുപ്പ്. എടാ ഈ വല്ലാത്ത കിതപ്പ് ഒന്നിനും പറ്റുന്നില്ലടാ. പൊന്നുടുപ്പിന്റെ നാക്ക് വിഴുങ്ങിയിട്ട് പള്ളിമേടയ്ക്ക് ചുറ്റും 4 റൗണ്ട് ഓടിയാലുണ്ടല്ലോ, പിറ്റേ ദിവസം കുർബാനയ്ക്ക് ഒരു ഇതാണത്. പണ്ടൊരിക്കേ ഞാൻ സെമിനാറിലായിരുന്നപ്പോ ഒരു 5-5.5 കിലോ വരുന്ന ഒരു ഉടുമ്പിന് കിട്ടി. പക്ഷെ ഈ നോമ്പ് കാലം ആയിരുന്നോണ്ട് കളയേ. ആര് കളയുന്നു? എടാ അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് തിന്നണ്ടോ വന്നു. വെറുതെ എന്തിനാ അവരും കൂടി പാപികളാക്കുന്നത്? അതെ അതെ അതെ, ഞാനൊന്ന് പറയട്ടെ അച്ഛൻ. ശരി അതെ. നന്നായിട്ട് പഠിച്ച് മിടുക്കനായിട്ട് വലിയ ആളാവണം കേട്ടോ. വലിയ ലോട്ടറി കച്ചവടക്കാരനാവണം. എനിക്ക് ഡോക്ടറായാൽ മതി. എടാ ഞാൻ കളക്ടർ ആവാൻ നടന്ന ആളാ, എന്നിട്ട് ഈ ലോട്ടറി വിട്ടുകൊണ്ട് നടത്താൻ. ഡോർ നടച്ചേക്കണേ. അല്ല ജെയിംസ് സാറേ, ഇന്നത്തെ ബൈക്ക് എടുത്തില്ലേ? ബൈക്ക് എടുത്താ പിന്നെ ഇവത്തെ കാരണം കാര്യമുണ്ട്. വല്ല കാര്യം. നീ ഇരുന്നേ. ഓ മാനെ കണ്ടല്ലേ, ചുമ്മാ ബഹളം ഉണ്ടാക്കണടാ. ഹലോ, ഈ വഴി ആദ്യമായിട്ടാണോ? അതെ അതെ അതെ. കാഴ്ചമംഗലാവിലൊന്നും പോയിട്ടില്ലയോ? ഓ ഒരു എക്സൈറ്റ്മെന്റ് പറഞ്ഞപ്പോ കുറച്ച് ഒച്ച കൂടി പോയതാ കേട്ടാ. കാണ്ടാമൃഗത്തെ വേണേ കണ്ടോ? അങ്ങോട്ട് നോക്കിയാ മതി, ദേ അവിടെ ഇടയ്ക്ക് വരാറുണ്ട്. എന്താ പറ്റിയ മേഡം? എന്തോ പറ്റിയിട്ടുണ്ട്. സ്ഥിരം പരിപാടി തന്നെ, വർക്ക്ഷോപ്പിൽ നിന്ന് ആള് വരേണ്ടി വരും. ഓ ഈ പാട്ടയൊക്കെ തൂക്കി വിറ്റിരുന്ന പണ്ട KSRTC ലാഭത്തിലായെന്ന്. സേവറേ ഒന്ന് ചോദിച്ചു നോക്കി, ചിലപ്പോ ആക്രി വിലക്ക് വല്ലതും കിട്ടുമായിരിക്കും. അത് ഞാൻ ചോദിച്ചോളാം. അല്ല ജെയിംസ് സാറേ, നമ്മുടെ പാപ്പച്ചനളിയന്റെ കൊച്ചിന്റെ ആദ്യ കുർബാനയ്ക്ക് സാറിനെ വിളിച്ചില്ലല്ലേ? അതിനെന്തിനാ എന്നെ വിളിക്കുന്നത്? ഞാനെന്താ അവൻ്റെ അമ്മാവനോനോ? ആക്രത്തണ്ടി ആക്കാൻ വന്നേക്ക്. ഇപ്പൊ എങ്ങനെയുണ്ട്? തൃപ്തിയായില്ലയോ? അളിയന്റെ മെയിൻ ശത്രു അല്ലേ? ഞാൻ കാണുമ്പോ ഈ പാപ്പച്ചനും ഇങ്ങനെ നമ്മൾ ഉടക്കാം. എന്നാ കാരണം ആർക്കറിയാം? അതെനിക്കും അറിയത്തില്ല.
പക്ഷെ അളിയന്റെ ശത്രു എന്റെ ശത്രുവാ. അതുവേ ചിരട്ടപ്പാല് പകുതിയും പച്ചയാണല്ലോ. ലാലപ്പനോട് ഞാൻ പറഞ്ഞോളാം, ബെന്നി വില കിട്ടോ, എന്നിട്ടുള്ള ചില്ലറിങ്ങിതാ, ഞാൻ പോട്ടെ. എന്നാൽ ആലപ്പനോടൊപ്പം തൂക്കിക്കോ. അതെന്നാ ബെന്നി, ഇത് റബ്ബറല്ലേ അതോ കരിങ്കല്ലാണോ? ഉള്ള പറയാലോ മധു, നീ ആവണ്ട എനിക്ക് സംശയമുണ്ട്. എന്നാ നീ ഉണ്ടാക്കണ്ടടാ, ഞാൻ വിറ്റോളാം. അങ്ങനെ കരിമാടിക്കിട്ട് ഉണ്ടാക്കിട്ടെ ഒരു വരുത്തനോട് വാഴൂലാട്ടാ. അതുവേ അതിൽ പകുതി ഇവിടുത്തെ കാണിച്ചേരടാ. ആലുകൊണ്ടിൽ ഷീറ്റ് വെച്ചിട്ട് മുതലാളി കളിക്കും. അടുത്ത് എന്താടോ ചെയ്യാ? അല്ല സാറേ, എല്ലാം കൂടിയും വിറക് വെട്ടാനെന്ന് പറഞ്ഞ് കത്തിയും കൊടാനും കൊണ്ട് കേറിക്കോളും കാട്ടിലേക്ക്. വിറകെടുക്കാൻ പിന്നെ കാട്ടിലല്ലാതെ ലുലു മാള് പോകാൻ പറ്റൂ? എല്ലാം ചുള്ളിന്ന് പറഞ്ഞ് പെട്ടെന്ന് പച്ച വിറകളാണേ. എന്നാ പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഗ്യാസ് കണക്ഷൻ എടുത്താ. അയ്യോ, കൊച്ചമ്മ ഗ്യാസാ കത്തിക്കോ. അതെന്താ, ഞങ്ങള് ഗ്യാസ് കത്തിച്ച കത്തില്ലേ? പൊട്ടിത്തെറിച്ച് ചാവാണ്ടിരുന്നാ മതി. ഓ, അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, നമ്മുടെ ഗ്യാസ് തീർന്നു. അടുക്കളയിൽ ആരാളുള്ളത്? അടുക്കളയില് സുധീറേ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. താനാണോ സുധീർ? ഒരാളെ പോലെ 7 പേരുണ്ട്. അറ്റസ്റ്റേഷൻ വല്ലതുമാണെങ്കിൽ ഇവിടെ നടക്കില്ല. അയ്യോ സാറേ, ഞങ്ങൾ പുതിയതായിട്ട് ജോയിൻ ചെയ്യാൻ വന്നാ. ഇവിടെയോ? ഇവിടെ ഉള്ളവർക്ക് തന്നെ പണിയില്ലാതിരിക്കാനുള്ള മക്കളെ. സാറേ, അടുപ്പത്തേക്കൊന്ന് നോക്കിയേക്കണേ. ആ, വന്ന ഉടനെ പണിയായല്ലോ. അടുക്കളയിലേക്ക് കയറിക്കോ. മുരിങ്ങയിലെ ചക്കക്കുരുട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. തീ നോക്കി അധികം കുറുകാതെ ഇറക്കി വെച്ചോ. സാർ യൂണിഫോം? ഏയ്, അടുക്കള യൂണിഫോമിന്റെ കാര്യം. ഹലോ സാറേ, ഇവിടെ ഈ അക്കരപ്പറമ്പ് രഘുവിന്റെ വീടിന്റെ പുറയിലേ ആന ഇറങ്ങിയിട്ടുണ്ട്. അക്കരയിൽ ആന ഇറങ്ങിയിട്ടുണ്ട്. ആനയാണോ വിളിച്ചത്? അല്ല, പ്രസിഡന്റാ. ഹലോ ഹലോ ഹലോ, ഇത്തിരി റേഞ്ചിലെ സ്ഥലത്ത് നിൽക്കണ്ട പ്രസിഡന്റ്. എന്റെ പൊന്നു സാറേ, റേഞ്ച് ഉള്ളിടത്തല്ലേ ആന കയറി നിൽക്കുന്നേ. അവിടെ വേറെ ആൾക്കാരില്ലേ? ഇവിടെ ഞാനും ആനയും ഈ തൊഴിലുറപ്പുകാര് പെണ്ണുങ്ങളും അടക്കം 7 പേരുണ്ട് സാറേ. തൊഴിലുറപ്പുകാരുണ്ടല്ലേ? ഓക്കെ ഓക്കെ, ശരി ശരി, ഞാനിപ്പോ വരാം. ഓക്കെ. ഈ നാട്ടിൽ വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് ജെയിംസേ തനിക്ക് ചൊറിയാൻ? ഞാൻ പറഞ്ഞതാ സാറേ. സാറേ, ആക്ച്വലി എനിക്കുണ്ടാക്ക്. ഒന്ന് എടുത്തു കൊടുത്ത് അവസാനിപ്പിക്കണോ? കൊടുക്കാം സാർ. തോക്കും കുന്തവും. നന്നായി സാർ. മത്തച്ചായോ, എത്ര കാലമെന്ന് പറഞ്ഞാൽ ഈ നിയമത്തിൻ്റെ ഒക്കെ പുറകെ നടക്കുന്നേ. ഞാൻ CAയോടൊന്ന് ഘടിപ്പിച്ചു. ഒന്നുമില്ലെങ്കിലും ഞങ്ങൾ ഒരേ നാട്ടുകാരും പള്ളിക്കാരും ഒക്കെ അല്ലയോ. ഏതായാലും സാധനം കിട്ടിയല്ലോ, എന്നാ ഒപ്പിട്ടേച്ചു കൊണ്ടുപോയിക്കും. ഓ, നോക്കാനൊന്നുമില്ല, സാധനം അത് തന്നെ. മാത്തച്ചായോ, പഴയ നാടൻ നോക്കാ, ഉദ്ദേശിച്ച പോലെ പൊട്ടണമെന്നൊന്നും ഇല്ല. ഇപ്പൊ പൊട്ടിക്കണമെന്നില്ലേലും ഇപ്പൊ പൊട്ടും. അങ്ങനെ പൊട്ടിക്കേണ്ടി വന്നാല് മാത്രം ചാവുന്ന വരെ മതി. പോട്ടെ. ആയിക്കോട്ടെ.